തീർപ്പവനേ ഹല്ലാക്കുടയവനേ സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളൊന്നും മുന്നിൽ മാറ്റുക. റഫീനെ എന്നാൽ ഈ സ്റ്റാൻഡ് അങ്ങോട്ട് നീക്കി വെച്ചിട്ടു. പാട്ട് പാടുക ഇതിൽ വേറെ കുട്ടികളാണ് മത്സരം പാട്ട് പാടുക പുറത്തുനിന്ന് പാടുക. പറ്റില്ല. ഷോർമ കേൾക്കാം.
എടുക്കുന്നില്ല പെട്ടെന്നത് എടുക്കുന്നില്ല അതാണ് ജസ്റ്റിന് വേണ്ടി ജസ്റ്റിന് വേണ്ടി പാട്ട് പാടിന്റെ കുറവില്ല പുറത്തുനിന്ന് പാടുവയ്യോ പാടോ അല്ലെങ്കിൽ ഒന്നിന്റെ ഫോണിൽ ഞാൻ ഉണ്ടായില്ല പാട് പാടാം അത് നടക്കുമോ ഇപ്പൊ ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിൽ കുട്ടികൾക്ക് ദഫ് പരിശീലിപ്പിച്ച സലാം ഉസ്താദിന് ദഫ് വിദ്യാർത്ഥികൾ നൽകുന്ന ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സലാം ഉസ്താദിനെ ക്ഷണിക്കുന്നു. അത് ദഫ് വിദ്യാർത്ഥികൾ നൽകും. അല്ലാഹു അക്ബർ. ദഫ് കളിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. ദഫ് കളിയിലെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം സലാം ഉസ്താദ് നൽകുന്നതിന് വേണ്ടി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. സമ്മാനങ്ങൾ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത പ്രവൃത്തി ദിവസം സമ്മാനങ്ങൾ മദ്രസയിൽ നിന്ന് വിതരണം ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന കഥാപ്രസംഗം അടുത്തതായി വേദിയിൽ അരങ്ങേറുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ എം.എ. ഹമീദും റയീസ് കൂടാക്ക്, എം.എ. മുനിയർ, പി.സി. റഹീം, റിയാസ് മാസ്റ്റർ ഇവർ ചേർന്ന് എഴുതി അവതരിപ്പിക്കുന്ന
കഥാപ്രസംഗം ഇവിടെ അരങ്ങേറുകയാണ്. എന്തോ വിലാപത്തിന്റെ മണ്ണ് മാറിക്കട്ടെ എല്ലാവരും പറയും. അങ്ങോട്ട് വെക്കടേ, എന്നാലേ നമുക്ക് ഈ ലൈവ് കിട്ടും. അങ്ങൊന്നും കാണുമില്ല, അങ്ങൊന്ന് കാണുമോ ലക്ഷം കൂടി എല്ലാം ബേക്കോട്ടെ മാക്സിമം. ബേക്കോട്ട് പോട്ടെ അമീര, ബേക്കോട്ട് പോട്ടെ. അല്ല ലക്ഷം ഇപ്പം ബേക്കോട്ടിന് വെച്ചാൽ 12 പുലരിക്കെന്തഴക് റബ്ബേ, പന്തങ്ങൾ കത്തും പോലെ തെളിഞ്ഞു കൽബേ. 12 പുലരിക്കെന്തഴക് റബ്ബേ, പന്തങ്ങൾ കത്തും പോലെ തെളിഞ്ഞു കൽബേ. എന്തെല്ലാം അലങ്കാര കടല് റബ്ബേ, മന്ദാര പൂനബിയൊന്ന് അണയു കൽബി. മന്ദാര പൂനബിയൊന്ന് അണയു കൽബി. 1500 ആരിലും ഏസിയുമൈറ്റ്, 1500 ആരിലെ നെഞ്ചിലും എത്തിയ മുത്ത്, ആരുടെ നെഞ്ചിലും ആശ പെരുത്ത്. ആർദത കൽബമിട്ട് കൊടുത്തു റബ്ബേ, പൊൻതാരം തിളക്കങ്ങൾ കുറയുന്നില്ല. പന്തങ്ങൾ തെളിയുന്ന തെളിവ് പോലെ, എന്തെല്ലാം അലങ്കാരം നിന്റെ റബ്ബേ. Hello, check. Hello. ഈന്തപ്പനയുടെ വീട്ടിലെ ആമിന ദീപത്തിൻ പൂവിലെ ആറ്റൽ പിറന്നത് നാളിലെ അജവേറുമാനാള് അകേരുമാരാവ് അജവേറുമാനാള് അയവേറുമാനാള് ഈന്തമരത്തിൻ നാട്ടിലെ ഈന്തപ്പനയുടെ വീട്ടിലെ ആമിന ദീപത്തിൻ പൂവിലെ ആറ്റൽ പിറന്നത് നാളിലെ യാ സിറാജി യാ ബശീരി യാ നബി അല്ലാഹ് യാ സിറാജി യാ ബശീരി യാ നബി അല്ലാഹ്. പുണ്യ മദീനയിൽ ചെന്നെത്താൻ കൊതിയുണ്ട് നബിയേ. Hello. Check. Hello, check. അമീര മുമ്പോട്ടാക്കണല്ലേ, മുമ്പോട്ടായിക്കോ.
മുമ്പോട്ടായിക്കോ രേഷോ. ആ മുമ്പോട്ടായിക്കോ. ആയിക്കോ, പ്രശ്നമില്ല. എത്ര വേണം? നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കഥാപ്രസംഗം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു കേസ് അവാർഡ് കൂടി വിതരണം ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ മുഹമ്മദ് ലിബാൻ വള്ളിയിലുള്ള കേസ് അവാർഡ് മഹലുകാളി വിതരണം ചെയ്യും. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ലിബാനെ ക്ഷണിക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് പിടിക്കണം, അല്ലെങ്കിൽ തട്ടി ഫോണായിടും. ഇവിടെ ഇരുന്നായില്ല. താങ്ക് യു. ഒരു വിലാപത്തിന്റെ മണ്ണ് ഗസ എന്ന കാലിക പ്രസിദ്ധമായ ഒരു വിഷയത്തെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ നൂറുൽ ഇമാൻ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ PMA ഹമീദും റയീസും PC റഹീമും മടത്തൽ റാഷിയും. അതിന് കഥ എഴുതിയത് MA മുനീർ, അഫ്നാജ് അസ്ലം തുടങ്ങിയ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ദേശത്തിന്റെ കഥ. ഗസയിലെ പിടഞ്ഞു വീഴുന്ന പിഞ്ചുമക്കളുടെ അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ നബിദിനത്തിന്റെ സന്ദേശം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു വിലാപത്തിന്റെ മണ്ണ് ഗാസ. അതിനുവേണ്ടി ഗാദികൻ PMA ഹമീദിനെ ആദ്യപൂർവ്വം ക്ഷണിക്കുന്നു. Ya Nabi, Ya Nabi, Sallu alayhi wa സദാ ചിരി ചിന്തും നിലാവിൽ കരയുന്നു മുഴുതാരകളും വിലപിക്കുന്നു. സദാ ചിരി ചിന്തും നിലാവിൽ കരയുന്നു മുഴുതാരകളും വിലപിക്കുന്നു. ഇളം
तेरे रसूलिने പ്രണയിച്ച് ഒരു ചെല്ല കിളിവിങ്ങി വിടുമേ പാടി പ്രേമ പിരീശത്താൽ മനം നീറി കരഞ്ഞു പാടി. ഇശ്കിന്റെ പകരായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിഷാദത്തിൻ നിഴൽ മൂളി കരള് പൊട്ടി എന്റെ വദ ചൊല്ലാൻ ഇനിയാരെ ഉലകിൽ ബാക്കി എന്റെ വദ ചൊല്ലാൻ ഇനിയാരെ ഉലകിൽ ബാക്കി. أمر توفيقي موتவர் അലർ മൗത്ത് ദീത്തവർ ഇമ്മലബാരണയവർ ഇസ്ലാമിൻ തേജസ്സാണവർ. കശഫ് കറാമത്തേ ഹൈറായ ദീന് പോറ്റിയേ മശ്ഹൂരിൻ സത്തി പാറ്റിയേ മഹബൂരം മമ്പൂരപ്പൂ മക്കാമിനെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കൊത്തുപോലി ചെയ്താലീരല്ല കഷ്ടം കടലിലെ കപ്പക്കാരും എണീച്ചെന്ന് കിട്ടേ വെളിച്ചം ചൂട്ടന്ന് കാട്ടിടെ തെങ്ങിൻ മോളിന്ന് കണ്ടേ വെളിച്ചം കപ്പക്കാരും സലാമത്തായി കൊണ്ടേടെ പുണ്യ സന്നിധി ഗുണമത്തോരേ രതിയല്ല മമ്പൂരപ്പൂ മക്കാമിലെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കൊത്തുപോലി ചെയ്താലവീര നീയല്ല മമ്പൂരപ്പൂ മക്കാമിലെ മൗലദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ കൊത്തുപോലി ചെയ്താലവീര നീയല്ല
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രകീർത്തനം പെയ്തിറങ്ങുന്ന ഈ സദസ്സിൽ നമ്മുടെ നാടിന്റെ അഭിമാനമായ നൂറുൽ ഈമാൻ മദ്രസ അംഗത്തിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തൊരു കഥ പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ അവതീർണമായി ഇന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ, അതെ പ്രവാചക പ്രഭുവിന്റെ ജന്മദിനാശംസകൾ നേർത്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ഒരു നാളിലടയാള തിരുമേനി പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരുദൂതരെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ, ഉടയാടയൊന്നും ഉടയ്ക്കാത്ത പൂവാ. ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വെതയാ, ചിത്തിര പൂമുഖം കേൾക്കാനാ പല വീടിന് കൊതിയാ. ചിരിക്കുന്ന നബിയോറിൻ മഴവിൽ തെളിയുന്ന മുട്ടുപതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. മുട്ടുപതിച്ചൊരു ചുവരാണ ഭാഗ്യക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ. പള്ളിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കണിയാം നബിയോ നിരപരലുകൾ കണ്ടേ. കണിയാം നബിയോരുടെ ഇടപെടലുകൾ കണ്ടേ. കൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. കാലത്തിനപ്പുറം കാതങ്ങൾ താണ്ടി മത സാമുദായിക മണ്ഡലത്തിൽ സമൂല പരിവർത്തനത്തിന്റെ സുവർണ സൂര്യോദയം നമ്മുടെ ഗ്രാമത്തിന്റെ ശീതളച്ചായയിൽ പകർന്നു നൽകിയ ആ മഹത്തായ മുൻഗാമികളെ ആദ്യം ഓർക്കുക. അവർ നന്മ വിട്ടുപോയെങ്കിലും അവരുടെ ഓർമ്മകളും ത്യാഗങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നും പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്നു. അതിനാൽ ആദ്യം അവരുടെ മൗഫറത്തിനും കരുണയും സമാധാനവും നിറഞ്ഞ വിശ്രമത്തിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് പ്രവർത്തിക്കട്ടെ. അതോടൊപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും ഗ്രാമത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സകലരെയും ഓർത്തുകൊണ്ട് ആഫിയത്തോടും ആരോഗ്യത്തോടും സമൃദ്ധിയോടും കൂടിയ ദീർഘായുസ് ലഭിക്കട്ടെ എന്ന് ഈ വേദിയിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓർമ്മകൾ മങ്ങാത്ത ചരിതങ്ങൾ തീർത്തൊരു ദേശത്തിൻ നായകരേ, അസ്സലാം ദേശത്തിൻ നായകരേ. ഓർമ്മകൾ മങ്ങാത്ത ചരിതങ്ങൾ തീർത്തൊരു ദേശത്തിൻ നായകരേ, അസ്സലാം ദേശത്തിൻ നായകരേ. നൂറുൽ ഈമാന്റെ പ്രഭവിൽ നീ വാഴ്ത്തിയ നാടിന്റെ
ഓർമ്മകൾ വന്നാത്ത ചരിതങ്ങൾ തീർത്തൊരു ദേശത്തിൻ നായകരേ അസ്സലാം ദേശത്തിൻ നായകരേ. സന്തോഷത്തിന്റെ നിലാവ് കെടുത്തിക്കൊണ്ട് വേദനയുടെ മോഡൽ മുന്നിൽ വീണ ഗാസയുടെ ക്ലാമത, അതെ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന ഈ വേദന കഥ കേൾക്കും. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് നിലാവത്തിന്റെ മണ്ഡലം. ഗാസയിലെ ആ ചെറുഗ്രാമം ഒരിക്കൽ സന്തോഷത്തിന്റെ നിറവിൽ ജീവിച്ചിരുന്ന സ്ഥലം. ഇളം കാറ്റിൽ ഒലീവിലകൾ ആനന്ദ നൃത്തമാടുന്ന നാട്. പുലർച്ചെ സൂര്യൻ ഉയർന്നപ്പോൾ വീടുകളുടെ പരിസരത്ത് കുട്ടികളുടെ കളികളും ഉമ്മമാരുടെ വിളികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചെറിയ കടകളിൽ നിന്ന് പുതുതായി ചുട്ടെടുത്ത കുബൂസിന്റെ മണം പുറത്തേക്ക് വന്നു പരക്കുന്നു. വഴികളിലൂടെ നടക്കുമ്പോൾ സുഹൃത്തുക്കളുമായി ചിരിച്ചു പറയുന്നതും റുബൈന തന്റെ ചെറു സ്കൂൾ ബാഗ് പിടിച്ച് ഓടിയെത്തുന്നതും കാണാനാകും. റുബൈനയ്ക്ക് പഠനം വലിയ സന്തോഷമായിരുന്നു. എഴുത്ത് പുസ്തകത്തിലെ ഓരോ അക്ഷരത്തിലും അവൾ ഭാവിയെ കുറിച്ചൊരു പ്രത്യാശ കാണും. ഒരിക്കൽ അധ്യാപിക പറഞ്ഞിരുന്നു, വായനയും അറിവും കണ്ണുകളെ തുറക്കാനുള്ള ശക്തി തന്നെയാണ്. ഗാസ തെരുവുകളിൽ നേരം പുലർന്നിടുന്നേ. ഗാസ തെരുവുകളിൽ നേരം പുലർന്നിടുന്നേ. ഏറെ സന്തോഷത്തോടെ തെരുവുകൾ നിറഞ്ഞാടുന്നേ. രാവിൽ മാനം കവർന്ന് സൂക്കിൽ പരിമളമേ. അർശിനും കുരിശിനും അധിപതിയുടെയുടെ അസനത്തിൽ ഉലകത്തിൽ ഉരത്തപ്പുവേ. അർശിനും കുരിശിനും അധിപതിയുടെയുടെ അസനത്തിൽ ഉലകത്തിൽ ഉരത്തപ്പുവേ. ഗാസ തെരുവുകളിൽ നേരം പുലർന്നിടുന്നേ. അല്ല, ആരും പോകണ്ടേ. നമ്മളെ ഈ കഥ പറയുമ്പോ പണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയുണ്ടായി. പരിപാടികളിൽ സംസാരിക്കാൻ അറിയാത്ത പ്രസിഡന്റ് അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു, ഞാന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാരും പറഞ്ഞു ഞങ്ങൾക്കറിയാമോ. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞാന് ഒരു കാര്യവും പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. അപ്പോ അതിന്റെ സംഘാടകർക്ക് അടുത്തൊരു പരിപാടിക്ക് കൂടി പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പരിപാടിക്ക് വേണ്ടി ഈ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അപ്പോ നാട്ടുകാർ തീരുമാനിച്ചു, നമുക്ക് പകുതി ആളുകൾക്ക് അറിയാം, പകുതി ആളുകൾക്ക് അറിഞ്ഞൂടാ. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടിക്ക് വന്നു. ആ പരിപാടിക്ക് വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അപ്പൊ പറഞ്ഞു, പാതി ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കറിയാം, പാതി ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അപ്പോ പഞ്ചായത്ത് പ്രസംഗിക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങള് പാതി ആളുകൾ അറിയുന്നത് പാതി അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഒന്നുകൂടി ഈ സംഘാടകരുടെ ആശയം. അങ്ങനെ മൂന്നാമത്തെ പരിപാടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചു. അപ്പോ പറഞ്ഞു,
ഈ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിച്ചു ഞാള് എന്താണ് പറയുന്നത് നിനക്കറിയോ? അപ്പൊ പറഞ്ഞു, ആരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് എന്താണെന്ന് പറയുന്നത് അറിയില്ല. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ചോദിക്കുകയാണ്, ഒന്നും അറിയാത്ത നിങ്ങളോട് ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ആ പ്രസിഡന്റിന്റെ കഥയല്ല ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥ. വളരെ ഗൗരവത്തോടു കൂടി ഇന്നത്തെ കാലികമായ സാഹചര്യത്തിൽ കേൾക്കേണ്ടതാണ് എന്ന് ഈ സദസ്സിനോട് ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ കഥയിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമ്മുടെ കഥയിലേക്ക് കടക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞുപോയി. ആ ദിനം രാത്രി പോലുമല്ല, രാത്രിയേക്കാൾ ഇരുണ്ടൊരു ദുരന്തത്തിന്റെ തിരശ്ശീല. ആകാശം പൊട്ടിത്തെറിച്ച പോലെ ഒരു ഗർജനം, രാഗത്തിന്റെ മൗനവാതാനങ്ങൾ കയറി കാതുകൾ തുളച്ചു കയറിയ ഒരു ശബ്ദം. അറിയാത്തൊരു ഭീകരശക്തി ഭൂമിയെ പിടിച്ചുവെച്ചു. വീടുകളുടെ മതിലുകൾ നിലവിളിച്ച പോലെ ഇടിഞ്ഞു വീണു. മുഖമഞ്ഞ് നിറഞ്ഞ വഴികളിൽ കുരുക്കിയ നിലവിളികൾ, കറുത്ത പൊടിയിലും തീപ്പൊരിയിലും മനുഷ്യൻ വിറച്ചു നിന്നു. ഭീതിയിൽ വിറയുന്ന കണ്ണുകൾ, കയ്യിൽ പിടിച്ച ചെറിയൊരു കളിപ്പാട്ടം. ആ കൈപ്പിടി വിട്ടുകൊടാതെ ഉമ്മയുടെ കൈപ്പറ്റി റുബൈന കരഞ്ഞുകൊണ്ടിരുന്നു. കരയല്ലേ മകളെ. ഉമ്മയുടെ അതരങ്ങളിൽ നിന്ന് വാക്കുകൾ പൊഴിഞ്ഞുവെങ്കിലും ആ വാക്കുകൾ തന്നെ കരുത്തില്ലായിരുന്നു. കണ്ണുകളിൽ പേടി, ഹൃദയത്തിൽ വിറയൽ. ജീവിതം ഒരു നിമിഷം കൊണ്ട് അറിയാത്തൊരു ഇരുട്ടിലേക്ക് വീണുവെന്ന കഠിന ബോധ്യം അവര് കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ ഗാസതൻ കഥയൊന്നു വിവരിക്കട്ടെ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ ഗാസതൻ കഥയൊന്നു വിവരിക്കട്ടെ. ഭൂമി പിളർത്തുമാ ശക്തി വന്നൊരു ബോംബുകൾ അവരവിടെ വർഷിച്ച് പോയില്ലേ. ഭൂമി പിളർത്തുമാ ശക്തി വന്നൊരു ബോംബുകൾ ഇസ്രായേൽ തെരുവുകൾ ചിതറിയില്ലേ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ ഗാസതൻ കഥയൊന്നു വിവരിക്കട്ടെ. എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? ഈ സുന്ദര ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. ഉമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞൊഴുകി. തുടിച്ചു പൊട്ടുന്ന ഹൃദയവുമായി ഉമ്മ മകളെ ചേർത്ത് പിടിച്ചു. മോളെ, നാടും കുടിയുമില്ലാതെ ഒരു നേരത്തെ റൊട്ടി പോലും കിട്ടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ആട്ടിയിറക്കിയ മനുഷ്യക്കൂട്ടം കേവലം ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം നമ്മുടെ ഉപ്പമാർ അവരുടെ കൈ പിടിച്ചു. ഭൂമി നൽകി, വീട് നൽകി, ജീവിക്കാൻ കൃഷിയിടം നൽകി. പക്ഷേ അവരുടെ സന്താന പരമ്പരയാണ് നമ്മളോട് ഈ കൊടും ക്രൂരത ചെയ്യുന്നത്. റുബൈനയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണ് നമ്മളെ ശിക്ഷിക്കുന്നത്? കളിപ്പാട്ടം പിടിച്ച് ഉറങ്ങാൻ പോലും നമ്മൾക്ക് അവകാശമില്ല. അപ്പോഴേക്കും ഒരു ഭൂമി നടുങ്ങി. ജനൽ ചില്ലുകൾ ശബ്ദത്തോടെ തകർന്നു പടർന്നു. മുഖപടലങ്ങളും തീപ്പലിയും നിറഞ്ഞു. വിറയുന്ന കൈകളാൽ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭീതിയോടെ പുറത്തേക്ക് നോക്കി. കണ്ണുകൾ വിശ്വസിക്കാനാവാതെ നിലച്ചു.
അവിടെ തന്റെ കളിക്കൂട്ടുകാരൻ ഇലിയാസിന്റെ വീട് ഒരഗ്നി ഗോളമായി പൊട്ടിത്തെറിച്ച് പൊടിയും തീപ്പടിയും മാത്രമായി മാറി. അതിനിടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി അട്ടഹാസമായി പുറത്തു വന്നു. ഉമ്മ നാം എന്ത് പാപമാണ് ചെയ്തത്? ഈ സുന്ദരമ മണ്ണിനെ തകർത്തിടാൻ പിഞ്ചു മക്കളുടെ തലയെടുക്കും ക്രൂരത എന്ന് തീരും ഈ ലോകത്തിന്റെ നിശബ്ദത. ഉമ്മ നാം എന്ത് പാപമാണ് ചെയ്തത്? ഈ സുന്ദരമ മണ്ണിനെ തകർത്തിടാൻ പിഞ്ചു മക്കളുടെ തലയെടുക്കും ക്രൂരത എന്ന് തീരും ഈ ലോകത്തിന്റെ നിശബ്ദത. ആകാശം കരിഞ്ഞു പോയ തീക്കടല് പോലെ, കൊള്ളിവീലുകളുടെ കൂട്ടം പോലെ ഡ്രോണുകളും മിസൈലുകളും ബോംബുകളും തുരുതുരാ മഴയായി പതിക്കുന്നു. ചുറ്റും മുഴങ്ങുന്നത് കാതടപ്പിക്കുന്ന സ്ഫോടനങ്ങളുടെ ഗർജനവും പിഞ്ചു മക്കളുടെ കരച്ചിൽ നിറഞ്ഞ നിലവിളികളുടെയും ഹൃദയഭേദകനാദം മാത്രം. പിശാചുക്കൾക്ക് പോലും നാണം വരത്തക്ക വിധം ഇസ്രായേലി ഭീകരത മരണത്തിന്റെ താണ്ഡവമായി പൊങ്ങി വന്നു. ഗാസ നഗരം ഗാഠമായ കൂരിരുട്ടിലാണ്ടു. ഒരു കാലത്ത് പൂമ്പാറ്റകളെ പോലെ കുട്ടികൾ പാറിപ്പറന്നിരുന്ന തെരുവീതികൾ ഇന്ന് രക്തച്ചാലുകളായി മാറി. കാൽപന്തുകൾ ഉരുണ്ടിരുന്ന കളിമൈതാനങ്ങൾ ശ്മശാനത്തിന്റെ മൗനത്തിൽ മുങ്ങി. ജീവിതത്തിന്റെ നിറങ്ങൾ മാഞ്ഞുപോയി. ചുറ്റും പരന്നത് കബന്ധങ്ങളുടെ ദുർഗന്ധം മാത്രം. അവശേഷിച്ചത് കരിഞ്ഞ മതിലുകൾ, പൊടിഞ്ഞ കളിപ്പാട്ടങ്ങൾ, തീയിൽ വിഴുങ്ങിയ സ്വപ്നങ്ങൾ. അതെ, ശവന്തിയിലെ പക്ഷികൾക്ക് പോലും ഇത് സഹിക്കാനാവാതെ ഗാസയുടെ ആകാശം വിട്ടുപോയി. ജൂത പിശാചേ, ജൂത പിശാചേ, എങ്ങോട്ടാ നീ ക്രൂരത? നീ തനിച്ചല്ല, നീ തനിച്ചല്ല, ഏകനാം റബ്ബ് സാക്ഷിയാണ്. ജൂത പിശാചേ, ജൂത പിശാചേ, എങ്ങോട്ടാ നീ ക്രൂരത? നീ തനിച്ചല്ല, നീ തനിച്ചല്ല, ഏകനാം റബ്ബ് സാക്ഷിയാണ്. ഏകനാം റബ്ബ് സാക്ഷിയാണ്. ആകാശത്തുടനീളം ബോംബുകൾ വർഷിച്ച് കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നവരെ. ആകാശത്തുടനീളം ബോംബുകൾ വർഷിച്ച് കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നവരെ. നീയോർത്തുവച്ചോ, നീയോർത്തുവച്ചോ, ഒരു നാൾ നീ തകർന്നടിയും. ജൂത പിശാചേ, ജൂത പിശാചേ, എങ്ങോട്ടാ നീ കുതിച്ച്? നീ തനിച്ചല്ല, നീ തനിച്ചല്ല, ഏകനാം റബ്ബ് സാക്ഷിയാണ്. പൊടിപടലുകൾക്കിടയിലൂടെയും തീനാളുകൾക്കിടയിലൂടെയും രക്ഷപ്പെടാനുള്ള നെട്ടോട്ടവും കേൾക്കാനാവും. يا فلان تعال مني شوف يا الله حسبنا الله ونعم الوكيل. തകർന്നടിഞ്ഞ കെട്ടിടത്തിനരികിൽ നിന്നും ഒരു കുട്ടിയുടെ തിരങ്ങൾ കേൾക്കാൻ കഴിയുന്നു. ആളുകൾ ഓടിയെടുത്തു. കെട്ടിടാവശിഷ്ടങ്ങൾ വകഞ്ഞു മാറ്റി കുട്ടിയെ വാരിയെടുത്തു. കൈകാലുകൾ ചിന്നിച്ചിതറിയിരിക്കുന്നു. നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ശ്വാസം ലഭിച്ചിട്ടില്ല. തൊട്ടടുത്ത ഷിഫ ഹോസ്പിറ്റലിലേക്ക് ഓടി. അത് നമ്മുടെ ഇലിയാസായിരുന്നു.
1000 സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ബാലനായിരുന്നു റിയാം. പഠിച്ചു വളർന്ന് വലിയൊരു ഡോക്ടറാവാനായിരുന്നു അവന്റെ ആഗ്രഹം. നിർധനരായ രോഗികളെ ചികിത്സിച്ചും അവർക്ക് സഹായങ്ങൾ ചെയ്യാനായിരുന്നു അവന്റെ മോഹം. ആ റിയാസാണ് ഇപ്പോൾ ജീവച്ഛവമായിരിക്കുന്നത്. ഷിഫ ഹോസ്പിറ്റൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങളുടെ ശവകുടീരം പോലെ. അവയവങ്ങൾ വേർപെട്ടവർ, രക്തത്തിൽ കുളിച്ച് മരണത്തോട് പങ്കിടുന്നവർ, സിരകളിൽ രക്തം കട്ടപിടിച്ച് പോകുന്നത്രയും ഭീകരത തളം കെട്ടി നിൽക്കുന്നു. മരുന്നില്ല, വൈദ്യുതിയില്ല, തലചായ്ക്കാൻ കിടക്കകളില്ല, ആവശ്യത്തിന് ഡോക്ടർമാർ. ആകെ പൊലിഞ്ഞ് പോയി സ്വപ്ന പൂക്കൾ, മണ്ണിന് മറഞ്ഞു പോയി പനിനീർ പൂക്കൾ. പലസ്തീൻ തെരുവുകളിൽ ചോര പുഴയാക്കി ജൂത പിശാചുക്കൾ നടമാടുന്നു. ജൂത പിശാചുക്കൾ നടമാടുന്നു. എനിക്ക് തിരക്കാല്ല. പണ്ട് പുരയിലൊരാള് വിരുന്ന് വന്ന് കേൾക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വിരുന്ന് വന്നാൽ സാധാരണ ഒരു ചായ എല്ലാം കൊടുക്കുമല്ലോ. അപ്പോ കുട്ടികളിങ്ങനെ വട്ടത്തിൽ ഇവരൊക്കെ ഇരിക്കുന്നതിന് മുന്നേ വന്നു. അപ്പൊ പുരക്കാരൻ കുട്ടികളോട് പറഞ്ഞിട്ട് വിരുന്ന് മണ്ണിലൊക്കെ ആക്കോ പുരക്കാർക്കാണല്ലോ. അപ്പോ ഇവർക്ക് ആർക്കും തിരക്കില്ല, എനിക്കെന്തായിരിക്കും തിരക്കില്ല. അപ്പൊ നമ്മള് കഥ നടക്കുന്ന ഗാസയിലേക്ക് തിരിച്ചു പോകുകയാണ്. ഇസ്രായേലിൽ ശവന്തിനികളുടെ താണ്ഡവം അവിടെയും അവസാനിച്ചില്ല. പെട്ടെന്ന് മിന്നലായി പതിച്ച സൈനിക് ബോംബ് ഷിഫ ആശുപത്രിയുടെ നേർക്കൂര കീറി നിലംപതിച്ചു. രക്തത്തിൽ കുളിച്ച കുഞ്ഞുങ്ങളുടെ നിലവിളികൾ നിലച്ചു. നമ്മുടെ നിയാസും ജീവൻ നിലനിർത്താനുള്ള അവസാന പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. ഒരു ദിവസം വലിയൊരു ഡോക്ടറാകണം, നിർത്തലിനെ സൗജന്യമായി ചികിത്സിക്കണം എന്ന സ്വപ്നം എല്ലാം പിന്നിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങി. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം കാത്തുനിന്ന് കിട്ടിയ ചെറിയ ഭക്ഷണം മകളുടെ വായിൽ വെച്ചു കൊടുത്ത സ്വന്തമായി ഭക്ഷണം കഴിക്കാതെ എന്നും തൊലിയുമായ ആ ഉമ്മ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ കണ്ണീരിനൊപ്പം കരുത്തിന്റെ മിന്നൽ തെളിഞ്ഞു. ആ മാതാവിന്റെ അവസാന വസിയത്ത് മകളുടെ ചെവിയിൽ പതിഞ്ഞു. മോളെ, നീ ജീവിക്കണം, ഈ നാടിന് വേണ്ടി നീ പൊരുതണം. നിന്റെ കണ്ണുകളിൽ പ്രത്യാശ മനസ്സിലത്. അവസാന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അമ്മയുടെ ശ്വാസം നിലച്ചു. ആ ഉമ്മ തലകുനിച്ചു. പക്ഷേ അത് മറ്റാരുടെയും മുമ്പിലല്ല, മരണത്തിന്റെ മുമ്പിൽ മാത്രം. ചുറ്റുമുള്ള കരച്ചിലുകൾക്കിടയിൽ മാതാവിന്റെ വാക്കുകൾ മകളുടെ ഹൃദയത്തിൽ ശാശ്വതമായി പതിഞ്ഞു. ആ വാക്കുകൾ തന്നെയാണ് നാളെയുടെ പ്രതിജ്ഞ. കരിഞ്ഞുപോയ വീടുകളും പൊടിഞ്ഞ വഴികളും മലിനമായ മണ്ണും രക്തച്ചാലുകളും ഒന്നുമല്ലാത്തിടത്തും നിന്നുകൊണ്ട് ഗാസയുടെ കുഞ്ഞുങ്ങൾ ഒരു നാൾ ഉയർത്തിയിൽ പറയും, ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾ പരുതും, ഞങ്ങൾ വിജയിക്കും. വെടിയുണ്ട പീരങ്കി ചിരി വരുമ്പോൾ വിരിമാറി കാട്ടുന്നു ധീരരായി. വഞ്ചകരാജുത കാട്ടാളന്മാരോടായി കല്ലാലെതിർക്കുന്നു ശൂരരായി. വെടിയുണ്ട പീരങ്കി ചിരി വരുമ്പോൾ വിരിമാറി കാട്ടുന്നു ധീരരായി. വഞ്ചകരാജുത കാട്ടാളന്മാരോടായി കല്ലാലെതിർക്കുന്നു ശൂരരായി. ഇന്തിഫാദ ഇന്തിഫാദ ഇന്തിഫാദ
ശ്വാസവും തീർന്നൊടുങ്ങും വരെ ഇന്തിഫാദ ഇന്തിഫാദ അവസാന ശ്വാസവും തീർന്നൊടുങ്ങും വരെ പുണ്യ ഫലസ്തീനിന്റെ ധീരരേ ധീര വിമോചന പടയാളരേ പുണ്യ ഫലസ്തീനിന്റെ ധീരരേ ധീര വിമോചന പടയാളരേ ഈമാനിൻ ആവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ ധീരയുവാക്കളെ ഖുദ്സിന്റെ ധീര യുവാക്കളെ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ഈമാനിന്നാവേശം നെഞ്ചിലിറച്ചുള്ള ഖുദ്സിന്റെ ധീരയുവാക്കളെ ഖുദ്സിന്റെ ധീരയുവാക്കളെ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ പുണ്യ ഫലസ്തീനിന്റെ ധീരരേ ധീരവിമോചന പടയാളരേ പുണ്യ ഫലസ്തീനിന്റെ ധീരരേ ധീരവിമോചന പടയാളരേ ഈമാനിന്നാവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ ധീരയുവാക്കളെ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ഫലസ്തീൻ ഒലിവ് മരങ്ങളുടെ തേരിൽ സ്വപ്നം കണ്ട നാട് നദികളിൽ സമാധാനത്തിന്റെ സംഗീതം കേൾക്കുന്ന നാട് പൊടിമണലിൽ കവിത തരുന്ന മണ്ണ് പറന്നുപോയ പാട്ടുകളുടെ ചിറകുകളിൽ പ്രത്യാശയിൽ ചുമന്ന ജന്മഭൂമി ഗാസ കടലിന്റെ തിരകളെ പോലെ ഉറച്ച മനസ്സുള്ള നഗരം അടിച്ചമർച്ചലിന്റെ കരിമലകളിൽ ആകാശം മൂടിയാലും കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഇന്നും വെളിച്ചം തെളിയുന്ന നഗരം കരിഞ്ഞ കെട്ടിടങ്ങളുടെ ചാരത്തിലും മണ്ണിൽ വീണ രക്തത്തിലും സ്വാതന്ത്ര്യം ആസ്വാദിക്കുന്ന വിത്ത് വീണ്ടും മുളയ്ക്കുന്ന നഗരം ഖുദ്സ് അഥവാ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകരുടെ ചുവടുകളാൽ വിശുദ്ധമായ നഗരം ആകാശത്തോട് ചേർന്ന് പ്രാർത്ഥന ഉയരുന്ന മലകളും വിശ്വാസത്തിന്റെ പ്രകാശം നിറഞ്ഞ വഴികളുമുള്ള നഗരം കല്ലുകൊണ്ട് പോലും പ്രതിരോധത്തിന്റെ ചരിത്രം എഴുതി വരുന്ന നഗരം ഇന്നിവിടെ ഗാസയുടെ വഴികളിലൂടെ രക്തം ഒഴുകുന്നു എങ്കിലും ആ രക്തം തന്നെയാകും നാളെയുടെ സമാധാന പൂക്കൾക്ക് ഉളവാക്കുന്നത് കാരണം ചരിത്രം പറയുന്നു അധിനിവേശം എവിടെയായാലും ഒരിക്കലും വിജയിച്ചിട്ടില്ല ഇന്ത്യയിൽ വിയറ്റ്നാമിൽ അഫ്ഗാനിൽ ലോകത്തിന്റെ അനേകം മണ്ണുകളിൽ പോലെ പലസ്തീനും ഒരിക്കലും തോറ്റിട്ടില്ല ആകാശത്തോളം ഉയർന്ന അവകാശത്തിന്റെ പതാക അവിടെ ഇപ്പോഴും വീശുകയാണ് ഒരു ദിവസം ഈ വിലാപം അവസാനിക്കുന്നു ഗാസയുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ മാത്രമല്ല ലോകത്തിന്റെ ഓരോ ഹൃദയത്തിലും പ്രത്യാശ വീണ്ടും തെളിയും അതുവരെയും ഫലസ്തീൻ ശ്വാസം കൊള്ളും ഗാസയും ഖുദ്സും മുഴുവൻ ഫലസ്തീനും സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം വരവേൽക്കും ആ പ്രഭാതത്തിൽ ഫലസ്തീന്റെ ആകാശം മാത്രമല്ല മനുഷ്യരാശിയുടെ ഹൃദയം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിൽ തെളിയും ആകാശത്തോളം ഉയർന്ന അവകാശത്തിന്റെ പതാക അവിടെ ഇപ്പോഴും വീശുകയാണ് ഒരു ദിവസം ഈ വിലാപം അവസാനിക്കും
റാസിയുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ മാത്രമല്ല ലോകത്തിന്റെ ഓരോ ഹൃദയത്തിലും പ്രത്യാശ വീണ്ടും തെളിയും. പോരാട്ടത്തിൻ വീതിയിൽ ചാരുത തീർത്തവരെ പ്രപഞ്ചനാഥനിലകിലം അർപ്പിച്ചത്ഭുത പ്രതിഭകളെ പിറന്ന നാടിൻ മാനം കാക്കാനുരച്ച ധീരരെ ഉയർന്നു പോവും ശുഹദാ പറവകളെ പോരാട്ടത്തിൻ വീതിയിൽ ചാരുത തീർത്തവരെ പ്രപഞ്ചനാഥനിലകിലം അർപ്പിച്ചത്ഭുത പ്രതിഭകളെ പിറന്ന നാടിൻ മാനം കാക്കാനുരച്ച ധീരരെ ഉയർന്നു പോവും ശുഹദാ പറവകളെ സലാം 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 ഒരായിരം സലാം 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 ഒരായിരം സലാം പോരാട്ടത്തിൻ രീതിയിൽ ചാരുത തീർത്തവരെ പ്രപഞ്ചനാഥനിലകിലം അർപ്പിച്ചത്ഭുത പ്രതിഭകളെ പിറന്ന നാടിൻ മാനം കാക്കാനുരച്ച ധീരരെ ഉയർന്നു പോവും ശുഹദാ പറവകളെ സലാം 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 ഒരായിരം സലാം 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 ഒരായിരം സലാം 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 ഒരായിരം സലാം 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 ഒരുപടി ആത്മാർത്ഥതയും ഒരുപടി ഹൃദയസ്പർശിയായ അധ്വാനങ്ങളും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ MA ഗഫൂർ, MA മുനീർ, KK റിയാസ് മാസ്റ്റർ, റാഷിദ് മഠത്തിൽ, റഹീം പാറച്ചാലി, എന്നോടൊപ്പം ചേർന്നു നിന്ന പ്രിയപ്പെട്ട റയീസും അഭിനാജും അടക്കമുള്ളവർ സംഘാടകരുടെ കരുത്തും അണിയറയിൽ നിന്ന് സ്നേഹത്തോടെ നൽകിയ സഹകരണവും ഇവിടേക്കെത്തിയ നിങ്ങളുടെ സാന്നിധ്യവും ഇന്നത്തെ ഈ സംഗമത്തെ സത്യാർത്ഥത്തിൽ അർത്ഥവത്താക്കുന്നു. ഈ വേദിയിലെ ഓരോ വിളക്കിലും നിങ്ങളുടെ പരിശ്രമത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശം തെളിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതോടെ ഞങ്ങളുടെ ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ പര്യവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേവലം 2 ദിവസം കൊണ്ട് കഥ തയ്യാറാക്കി ഇമ്പമാർന്ന പാട്ടിന്റെ ഈരടിയിലൂടെ കഥാപ്രസംഗാധികൻ PMA ഹമീദ്, പിന്നണി ഗായകന്മാരായ റയീസ് കൂടാട്, അഫ്നാദ് അസ്ലം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റഹീം പാറച്ചാലിൽ, റാഷിദ് മഠത്തിൽ, MA ഗഫൂർ, KK റിയാസ് മാസ്റ്റർ എന്നിവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി